കരുനാഗപ്പള്ളിയിലേത് തെറ്റായ പ്രവണത എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ പോകുന്നു. അരുൺരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺരാജ്, ഈ സമ്മേളന കാലത്ത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത്. ഇപ്പോൾ ആ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു നേതൃത്വം, പകരം പുതിയ കമ്മിറ്റി വരാൻ പോകുന്നു. ജില്ലാ നേതൃയോഗങ്ങളിൽ MV ഗോവിന്ദൻ തന്നെ നേരിട്ട് പങ്കെടുത്ത് വ്യക്തമാക്കിയത് എന്താണ് അരുൺരാജ്? റീജിത്ത്, നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത പ്രത്യേക ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പകരം ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകാനും കൂടിയാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. തെറ്റായ പ്രവണത പാർട്ടിക്കുള്ളിലുണ്ട്. ആ പാർട്ടി തെറ്റായ രീതിയിൽ പോകുന്നത് ഇനി കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കടുത്തൊരു നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നത് എന്ന സൂചനയാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകുന്നത്. കാരണം പലകുറി ഈ തെറ്റ് തിരുത്താൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടു. തെറ്റ് തിരുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി നേതൃത്വം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇത് നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ഈ ഏരിയ കമ്മിറ്റിയെ പൂർണ്ണമായും പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നത്. ഏരിയ സമ്മേളനം പോലും കരുനാഗപ്പള്ളിയിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചന കൂടി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന് അദ്ദേഹം വിശദീകരണമായി പറയുന്നത് ഇക്കാര്യത്തിൽ വിഭാഗീയത ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പകരം ചുമതലയേൽക്കുന്ന അഡ്ഹോക് കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 4 മണിക്ക് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ള സൂചന കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നടപടി കൂടുതൽ വിശദീകരിക്കുക, നടപടി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഏരിയ കമ്മിറ്റികളിലൊന്നാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഏരിയ കമ്മിറ്റിയാണ്. അവിടെ ഇത്തരം പ്രവണതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും ഒരുപോലെ തന്നെ തലവേദന സൃഷ്ടിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടി. അത് സമ്മേളന കാലയളവാണ്. ഈ സമ്മേളന കാലയളവിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുന്നു എന്നുള്ളത് പാർട്ടിക്കുള്ളിലെ ഈ തെറ്റായ പ്രവണത അവസാനിപ്പിക്കുന്നതിന്റെ നീക്കം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. സാധാരണ പ്രവർത്തകരടക്കം അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ച. ഇതിലെല്ലാം തന്നെ പാർട്ടി നേതൃത്വം പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അത് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്നു. കാരണം ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കരുനാഗപ്പള്ളി കുലശേഖരത്തിലുണ്ടായ കയ്യാങ്കളി, അത് പാർട്ടി നേതൃത്വത്തിലുണ്ടാക്കിയ നാണക്കേട്, അവമതിപ്പ്, അത് കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഇനി ഈ പ്രവണത വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ പൊതുവികാരമായി ഉയർന്നു വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് കൂടി ഇന്ന് വിശദീകരിക്കാൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇവിടെ എത്തിയത്. ആ വിശദീകരണ യോഗത്തിൽ കൃത്യമായി ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് പറയാനുള്ള കേട്ട ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് ഇപ്പോൾ പൂർണ്ണമായും അദ്ദേഹം അറിയിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രവണത തെറ്റാണ്. പാർട്ടിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. വിഭാഗീയതയുടെ കാലത്ത് പോലും ഇല്ലാത്ത പ്രതിസന്ധി കരുനാഗപ്പള്ളിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. VS പിണറായി പക്ഷക്കാലഘട്ടത്തിലെല്ലാം വിഭാഗീയത ഉണ്ടെങ്കിൽ പോലും ഇത്ര പരസ്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അത് ഉണ്ടായി. അത്തരം പ്രശ്നങ്ങളിലേക്ക് പോയി. പൊതുനിരത്തിലേക്ക് പ്രവർത്തകർ എത്തുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനമടക്കം ഉണ്ടാകുന്നു. അത് പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. കാരണം ഈ സമ്മേളന കാലയളവിൽ മറ്റിടത്തും ഇതേ രീതി അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായി ഈ പ്രശ്നത്തെ ഇപ്പോൾ പരിഹരിക്കാൻ നീക്കം നടക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്. ഒക്ടോബർ 22-ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ എത്തി ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് നിർദ്ദേശിച്ചിട്ട് പോയതാണ്. പക്ഷേ അപ്പോഴും പരിഹാരം ഉണ്ടായില്ല. വീണ്ടും ആ പ്രതിസന്ധി രൂക്ഷമാവുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നേരിട്ട് വീണ്ടും എത്തി ഇക്കാര്യത്തിൽ കടുത്ത നടപടി പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. സമ്മേളന കാലയളവിൽ ഒരു ഏരിയ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുക എന്നുള്ളത് അസാധാരണപരമായ നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുകയും ചെയ്തു. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത നടപടി കരുനാഗപ്പള്ളിയിൽ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് ഈ സമ്മേളന കാലത്ത് എന്നത് ശ്രദ്ധേയവുമാണ്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. പകരം ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകുന്നു. പുതിയ ഏരിയ കമ്മിറ്റി വരും. നിലവിലെ ആ നേതൃത്വം, കരുനാഗപ്പള്ളിയിലെ നേതൃത്വം പരാജയപ്പെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എന്ന് വിലയിരുത്തുന്നുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പങ്കെടുത്ത് നടന്ന ജില്ലാ നേതൃയോഗങ്ങൾ, അതിലുണ്ടായിരിക്കുന്ന തീരുമാനം വിശദീകരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. പാർട്ടിയുടെ അതിശക്തമായൊരു മേഖല, അവിടെ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അത് വിഭാഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത തരത്തിൽ വരുന്ന പരസ്യ പ്രതിഷേധങ്ങൾ, നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അത് തെരുവിലേക്ക് പോകുന്ന സാഹചര്യം, അതിനിടയിൽ പാർട്ടി ഇടപെടുകയാണ്. തെറ്റായ പ്രവണതയാണ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് എന്ന വിമർശനം ഉയർത്തുകയാണ് MV ഗോവിന്ദൻ. അവിടെ സംസ്ഥാന നേതാക്കളെ അടക്കം തടഞ്ഞു വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്, കയ്യാങ്കളി അടക്കമുള്ള കാര്യങ്ങൾ. അതിനൊക്കെ ഒടുവിൽ കരുനാഗപ്പള്ളിയിൽ ഒരു കടുത്ത നടപടി, 11 പേർക്കെതിരെ നടപടി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി.
പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ച് പൊറിപ്പിക്കുകയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു.